വി.ഡി. സതീശൻ സർക്കാർ അധികാരമേറ്റിട്ട് ഇപ്പോൾ 2 മാസമായിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നതായിട്ടാണ് തോന്നുന്നത്? 10 വർഷത്തെ ഒരു ദുർഭരണത്തിന്റെ ഒരു ഫലത്തിന്റെ പേരിലാണ് ജനങ്ങൾ ഇനിയൊരു സർക്കാരിനെ ഒന്ന് എന്തുകൊണ്ട് മാറ്റിക്കൂടാ എന്ന് വിചാരിച്ചതിന്റെ ഫലമായിട്ടാണ് 2026 മെയ് 18 പുതിയ UDF സർക്കാർ 102 സീറ്റോടെ അധികാരത്തിൽ വന്ന് ഇപ്പോൾ ഭരണം നടത്തുന്നത്. ഈ ആദ്യം കുറച്ച് ദിവസങ്ങളിൽ ഇതുപോലെ ജനസമ്മതമായുള്ള അല്ലെങ്കിൽ ജനപ്രിയകരമായിട്ടുള്ള ഒരുപാട് പദ്ധതികൾ അല്ലെങ്കിൽ പല നടപടികളും എല്ലാം വി.ഡി. സതീശൻ സർക്കാർ നടപ്പിലാക്കിയിരുന്നു. പക്ഷേ മുന്നോട്ടുള്ള യാത്രയിൽ എവിടെയോ ഒരു ചേർച്ചക്കുറവോ അല്ലെങ്കിൽ എന്തോ കുറച്ച് ആരോപണങ്ങളോ പരാതികളോ എല്ലാം ഉയർന്നു വന്നു. പക്ഷേ LDF സർക്കാർ ഇതിനു മുമ്പ് ചെയ്യേണ്ടിയിരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു LDF സർക്കാരിന്റെ തുടർച്ച എന്ന് പറഞ്ഞ് അധികാരം തുടങ്ങിയ വി.ഡി. സതീശൻ സർക്കാർ ഏറ്റെടുത്ത് പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ മെഡിക്കൽ മേഖലയിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തെ ആരോഗ്യ മേഖലയുടെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഒരു ഇരയായ കോഴിക്കോട് സ്വദേശിനിയായ ഹർഷന, ആ ഒരു യുവതിയുടെ വയറിൽ ശസ്ത്രക്രിയക്കിടെ കത്രിക വെച്ച് മറന്ന് കുറെ കാലം ആ ഒരു സ്ത്രീ ഒരുപാട് കാലം നരകിക്കുകയുണ്ടായി. ഒരുപാട് സമരപന്തലിൽ ഇരുന്നെങ്കിലും മന്ത്രിയുടെ ഒരു നോട്ടം പോലും ആ സ്ത്രീക്ക് നേരെ ഉണ്ടായില്ല. അപ്പൊ അതിന്റെ പ്രതിഷേധം ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സർക്കാർ അധികാരത്തിൽ നേടിയ ശേഷം ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്ത്രീക്ക് ഗവൺമെന്റ് ജോലി കൊടുക്കുകയാണ്. അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓഫീസ് അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു നിയമനം നൽകിയിരിക്കുകയാണ്. അത് മാത്രമല്ല, ഈ LDF സർക്കാരിന് ഏറ്റവും കൂടുതൽ ആരോപണം അല്ലെങ്കിൽ ആക്ഷേപം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു കാര്യമാണ് നമ്മുടെ ആശാപ്രവർത്തകരുടെ ആ ഒരു സമരം. 250 ദിവസത്തില് അല്ലെങ്കിൽ 260ഓളം ദിവസം ഈ ആശമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ഇരുന്നിട്ടും ഒരു മന്ത്രി പോലും അല്ലെങ്കിൽ ഒരു മാനുഷിക പരിഗണന പോലും ഇല്ലാതെ മുന്നോട്ട് നീങ്ങിയ മന്ത്രിമാരെ അവരുടെ കാവ്യട്ടങ്ങളെ തിരിച്ചറിഞ്ഞവരാണ് ജനം. സോ അപ്പോൾ ഈ UDFന്റെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു ആശമാർക്ക് മിനിമം വേതനം ഇത്ര 3000 രൂപ കൂടി വർദ്ധിപ്പിക്കുമെന്ന്. അത് അദ്ദേഹം ഈ ഒരു വി.ഡി. സതീശൻ കസേരയിൽ ഇരുന്നപ്പോൾ തന്നെ ആദ്യം ചെയ്തത് ഈ ആശമാർക്കുള്ള ആ ഒരു 3000 രൂപ വർദ്ധിപ്പിച്ചതിന്റെ ആ നടപടിയായിരുന്നു. ഇപ്പോൾ ആരോഗ്യരംഗത്തേക്ക് വരികയാണ് കെ മുരളീധരൻ അദ്ദേഹം ചെയ്തത്. ഇപ്പോൾ ഇതിനു മുമ്പ് അല്ലെങ്കിൽ ഈ സർക്കാരിന് മുമ്പ് ഉള്ള സർക്കാർ നടത്തിയ ആ ഒരു മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങിയതിന്റെ പേരിലുള്ള ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഇതിലെല്ലാം എന്തെല്ലാം അഴിമതി നടത്തി എന്നുള്ളത് വരും ദിവസങ്ങളിൽ ഈ ഒരു സർക്കാർ പുറത്തു കൊണ്ടുവരും എന്നുള്ള ഒരു പ്രതീക്ഷ ജനങ്ങൾക്ക് സർക്കാർ നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ മന്ത്രിസഭയിലെ ധനമന്ത്രി KN ബാലഗോപാൽ പറയുകയുണ്ടായി, ഈ ഇവിടുത്തെ ഖജനാവ് സംസ്ഥാനത്തെ ഖജനാവ് ഒട്ടും കാലിയല്ല, ഇവിടെ ഒരു നീക്കിയിരിപ്പ് വെച്ചിട്ടാണ് ഈ ഒരു സർക്കാർ ഒഴിയുന്നത് അല്ലെങ്കിൽ ഈ സർക്കാർ ഇറങ്ങിപ്പോകുന്നത്. പക്ഷേ ആ ഒരു കള്ളവും ഈ ഒരു UDF സർക്കാർ പൊളിച്ചെടുക്കുകയായിരുന്നു. ഈ ഒരു സർക്കാർ സ്ഥാനമേറ്റതിന് ശേഷം ഒരു മാസം മുമ്പ് ഒരു ധവളപത്രം നിയമസഭയിൽ വെച്ചിരുന്നു. ആ ഒരു നിയമസഭയിൽ വെച്ച ആ ഒരു ധവളപത്രത്തിൽ ഈ കഴിഞ്ഞ സർക്കാർ ഈ ഫണ്ട് ഏതൊക്കെ രീതിയിൽ ചിലവഴിച്ചു അല്ലെങ്കിൽ എത്ര തിരിമറി നടത്തി അല്ലെങ്കിൽ എത്ര കോടി രൂപ കടമെടുപ്പ് നടത്തി, ഇനി എത്ര കോടി രൂപ നമുക്ക് സംസ്ഥാനത്തിന് അധികം ബാധ്യത ഉണ്ട്, ഇതെല്ലാം വിവരിക്കുന്ന രീതിയിലുള്ള ധവളപത്രം ഈ നിയമസഭയിൽ വെച്ചപ്പോൾ ഈ പ്രതിപക്ഷം വരെ ആകെ ഒന്നും മിണ്ടാൻ പറ്റാത്ത രീതിയിൽ അങ്കലാപ്പിലായി. അപ്പോൾ ഈ ദിവസം പോകുന്തോറും UDF സർക്കാരിന്റെ മേലുള്ള ഒരുപാട് പ്രതീക്ഷകൾ ജനങ്ങൾക്ക് കൊണ്ടുവന്നു. അതിലൊരു പദ്ധതിയായിരുന്നു നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന ഓപ്പറേഷൻ തൂഫാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പദ്ധതി അതാണ്, ഓപ്പറേഷൻ തൂഫാൻ. കാരണം ലഹരിക്കെതിരെ ഉള്ളതാണ്. സാധാരണക്കാർ മുതൽ അങ്ങ് സെലിബ്രിറ്റീസ് വരെ കയ്യിൽ എടുത്തു. അതുപോലെ വേറെ സംസ്ഥാനത്തു നിന്ന് വരെ സപ്പോർട്ടിനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം 40 ദിവസം, കഴിഞ്ഞ ദിവസത്തെ കണക്ക് 40 ദിവസം കൊണ്ട് 70 കോടി രൂപയോളം വരുന്ന മയക്കുമരുന്നാണ് നമ്മൾ കേരളത്തിൽ നിന്ന് തന്നെ പിടിച്ചെടുത്തത്. അദ്ദേഹം ഒന്ന് ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ളൊരു പദ്ധതി മുന്നിട്ട് കൊണ്ടുവന്നത് മാത്രമല്ല, അത് പ്രാവർത്തികമാകാൻ വേണ്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പ്രിയദർശിനി പദ്ധതി. പിന്നെ എനിക്ക് ആരോഗ്യ മേഖലയിൽ ഇഷ്ടപ്പെട്ടത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ രോഗികളെ താഴെ കടത്തിയുള്ള ചികിത്സ വേണ്ട എന്നുള്ള രീതിയിലൊരു പ്രഖ്യാപനം വന്നു. അതുപോലെ ഇന്ന് ഞാനൊരു ന്യൂസ് കണ്ടായിരുന്നു, ബോർഡ് വെച്ച് ഫുഡ് കൊടുക്കുന്ന രീതിയൊന്നും വേണ്ട,
കഫേ പോലെ ഒരു സംവിധാനം വേണം എന്നൊക്കെ രീതിയിൽ. അതുപോലെ ഒരുപാട് 2 മാസത്തെ തന്നെ എണ്ണിയാലൊടുങ്ങാത്ത രീതിയിലുള്ള ഒരു കാര്യങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി കൊണ്ടുവന്ന ആ ഒരു പ്രിയദർശിനി പദ്ധതിയിൽ എത്രത്തോളം വനിതകൾക്കും അല്ലെങ്കിൽ വിദ്യാർത്ഥിനികൾക്കും എത്രത്തോളം ഉപകാരപ്രദമായി എന്നുള്ളത് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പോലും ഈ ഒരു പദ്ധതിക്കിടയിൽ ഒരു കല്ലുകടിയായിട്ട് അല്ലെങ്കിൽ ആ ഒരു പദ്ധതിക്കെതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ പോലെ അല്ലെങ്കിൽ ഈ ഒരു പദ്ധതിയെ തകർക്കും അല്ലെങ്കിൽ കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രത തകർക്കും എന്നുള്ള രീതിയിലുള്ള ഒരു കുപ്രചരണങ്ങൾ തന്നെ എന്ന് പറയാം. ആ രീതിയിലുള്ള പ്രചരണങ്ങളെല്ലാം അഴിച്ചു വിടുന്ന ഒരു സാഹചര്യം എല്ലാം നമ്മൾ കണ്ടതാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ക്രൈമുകളുടെ അല്ലെങ്കിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന കുറച്ച് വിവാദ കേസുകളുണ്ടല്ലോ, അതായത് കാഫർ സ്ക്രീൻഷോട്ട്, അല്ലെങ്കിൽ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തല തല്ലിപ്പൊളിച്ച ഗൺമാന്മാർക്കെതിരെയുള്ള നിയമ നടപടി, കൂടാതെ നമ്മുടെ കണ്ണൂർ ADM ആയിരിക്കെ ആത്മഹത്യ ചെയ്ത നവീൻ ബാബുവിൻ്റെ ആ ഒരു മരണത്തിൻ്റെ ഒരു അന്വേഷണം, ആ ഒരു കുടുംബത്തിലെ ആ ഒരു മകൾക്ക് ഗവൺമെന്റ് ജോലി, ഇതെല്ലാം ഈ ഒരു UDF സർക്കാർ മുഖേന വന്നതാണ്. സാധാരണക്കാർക്ക് മാത്രമല്ല, ഈ LDF അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പെട്ട ആൾക്കാർക്ക് പോലും, അല്ലെങ്കിൽ ആ ഒരു പാർട്ടിയിൽ നിന്ന് നീതിയോ അല്ലെങ്കിൽ ന്യായമോ ലഭിക്കാത്ത ഒരു പാർട്ടി പ്രവർത്തകർക്ക് വരെ ഈ ഒരു സർക്കാർ ചേർത്ത് പിടിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഏതൊരു സർക്കാർ കയറിയാലും ഈ വിവാദങ്ങളോ അല്ലെങ്കിൽ അനിഷ്ട കാര്യങ്ങളോ നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ അതിനെയെല്ലാം കൂടുതൽ പർവ്വതീകരിച്ച് ഇതുപോലുള്ള നേട്ടങ്ങളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതിനെയെല്ലാം ഈ തള്ളിപ്പറഞ്ഞ് അല്ലെങ്കിൽ അതിനെയെല്ലാം കണ്ടില്ലെന്ന രീതിയിലുള്ള പ്രചരണങ്ങളെയാണ് ശരിക്കും പൊതുജനങ്ങൾക്ക് ഒഴിവാക്കേണ്ടത്. അതുപോലെ പുറത്തു വന്നൊരു കേസാണ് വെള്ളാപ്പള്ളിയുടെ. അത് നമുക്കറിയാം 2016 ആ സമയത്തെങ്ങാണ്ട് നടന്നത്. ഇപ്പോഴാണ് വരുന്നത് വെള്ളാപ്പള്ളിയുടെ മറ്റേ മഹേഷിന്റെ മരണവും അതുമായിട്ട് ബന്ധപ്പെട്ടും വരുന്നുണ്ട്, ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അതേപോലെ തന്നെ ട്രാൻസ്പോർട്ട് മേഖലയിലും കുറെ മാറ്റങ്ങൾ വരുത്താനായിട്ട് നോക്കുന്നുണ്ട്. MVDയുടെ ഭാഗത്തു നിന്ന് മോഡിഫിക്കേഷന്റെ കാര്യത്തിന് കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്താമെന്നൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ ജനങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കിയാണ് ഓരോ നിയമങ്ങളും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും കൊണ്ടുവരുന്നത് തന്നെ. പിന്നെ ഇപ്പോൾ ഇച്ചിരി കലിയടിയായിട്ട് നിൽക്കുന്ന എനിക്ക് തോന്നുന്നു ഇലക്ട്രിസിറ്റിയുടെ ഇഷ്യൂ ആണെന്ന് തോന്നി. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പം കോൺഗ്രസിനെ ട്രോളുന്നത് തന്നെ ഇലക്ട്രിസിറ്റി വെച്ചാണ്. അതിനും എനിക്ക് ഉറപ്പാണ് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അവർ അതിനും പരിഹാരം ഉണ്ടാക്കും, ഒരു ചാൻസ് ഉണ്ട് അതിനും. അതെ, അത് മാത്രമല്ല, ഇപ്പോൾ കോൺഗ്രസിൽ നിന്നുള്ളവർ തന്നെ ആരോപിക്കുന്ന അല്ലെങ്കിൽ ന്യൂട്രലായിട്ട് നിൽക്കുന്നവർ തന്നെ ആരോപിക്കുന്ന വിഷയങ്ങളായ ഈ ഗവൺമെന്റ് പ്ലീഡർ നിയമനം, അല്ലെങ്കിൽ ഈ അഭിഭാഷക നിയമനം, അല്ലെങ്കിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനങ്ങളെല്ലാം ഏറെ വിവാദ ചുഴിയിൽപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷെ അതിനെല്ലാം വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയോ അല്ലെങ്കിൽ അതിന് തക്ക ഉത്തരങ്ങളോ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഒരു ചോദ്യത്തിനും മറുപടി ഇല്ലാത്ത ഒരാളല്ല ഇപ്പോൾ കേരളം ഭരിക്കുന്ന ആളെന്ന് നമുക്കറിയാം. സോ ഇപ്പോൾ നിലവിലുള്ള ഒരു സാധാരണക്കാരെ വരെ ബാധിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അടിക്കടി ഉണ്ടാവുന്ന ഈ പവർ കട്ട് അല്ലെങ്കിൽ അപ്രഖ്യാപിത ലോഡ് ഷെഡിങ് ആണ്. ഈ ലോഡ് ഷെഡിങ്ങിന് ഈ ആവശ്യത്തിന് 200 മെഗാവോൾട്ടോളം വൈദ്യുതി ഇനി കടമെടുക്കും, അല്ലെങ്കിൽ ലഭ്യതക്കുറവ് എങ്ങനെയും പരിഹരിക്കാനുള്ള ഒരു നീക്കത്തിലാണ് ഈ വൈദ്യുതി മന്ത്രി ആയാലും അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ആയാലും. അതുവഴി ഈ ഒരു സർക്കാരിന് ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്ന മൈലേജ് ഇല്ലാതാക്കാൻ ഒരു കാരണവശാലും ഈ ഗവൺമെന്റ് തയ്യാറാവില്ല എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ.